ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ഏകാദശ സ്കന്ധം തുടർന്ന് വായിക്കുന്നു. പറയപ്പെട്ട സഗുണ നിർഗുണങ്ങളായ പ്രസ്തുത 18 സിദ്ധികളും ഏതേത് രൂപത്തിലുള്ള ധ്യാനം കൊണ്ട് എങ്ങനെ പ്രകാശിക്കുന്നു എന്നുള്ളതാണ് അധ്യായത്തിലെ ബാക്കി ഭാഗം കൊണ്ട് പറയുന്നത്. ആത്മസാക്ഷാത്കാരത്തിനും അതുവഴി ഈശ്വരപ്രാപ്തിക്കും കാലതാമസത്തെ ഉണ്ടാക്കുന്നു. പറയപ്പെട്ട സിദ്ധികളെന്ന കാരണത്താൽ വിവേകികൾ അവയെ മാനിക്കാറില്ല. എല്ലാ സിദ്ധികളും ഉണ്ടാകുന്നു യോഗസാധന കൊണ്ട്. എന്നാൽ യോഗം കൊണ്ട് സാധിക്കേണ്ടിയിരിക്കുന്ന യഥാർത്ഥ സിദ്ധിയാകട്ടെ ആത്മസാക്ഷാത്കാരമാണ്. അതിനാൽ വിവേകികൾ ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി മാത്രമാണ് യോഗത്തെ ഉപാസിക്കുന്നത്. മറ്റ് സിദ്ധികൾ യാദൃശ്ചികമായി വന്നു ചേർന്നാൽ പോലും അവയെ മാനിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാറില്ല താനും. ഇത്രയും കേട്ടപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ്, പരമപുരുഷനും സർവാന്തർയാമിയുമായ ഹേ ഭഗവൻ, സഗുണ നിർഗുണാകാരമായ ബ്രഹ്മവും സത്താമാത്രമായ പരചൈതന്യ സ്വരൂപിയുമാണ് അവിടുന്ന്. ജീവികൾ പല പ്രകാരത്തിൽ അങ്ങയെ അറിയാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അത്യന്ത നിഗൂഢമായ അവിടുത്തെ സ്ഥിതി കൊണ്ട് ആർക്കും അങ്ങയെ വേണ്ട പോലെ അറിയാൻ കഴിയുന്നില്ല. എല്ലാ ജീവികളും കാണുന്നതും കേൾക്കുന്നതും എല്ലാം അങ്ങയെ ആണെങ്കിലും ആരും അവിടത്തെ അറിയുന്നില്ല. അങ്ങനെ അവിടത്തെ അറിയുകയെന്ന വിഷയത്തിൽ അത്യന്തം അവശരായ ജീവികൾ ഏത് സ്വരൂപത്തിൽ അങ്ങയെ ധ്യാനിച്ചാലാണ് എളുപ്പത്തിൽ അവിടത്തെ അറിയാൻ കഴിയുന്നത്? അവിടുത്തെ വിഭൂതികൾ എന്തെല്ലാമാണ്? അവയിൽ ഏത് സ്വരൂപത്തെ ധ്യാനിച്ചാലാണ് എളുപ്പത്തിൽ ജ്ഞാനമുണ്ടാവുക എന്നും പറഞ്ഞു തരണം. ഉദ്ധവൻ്റെ ഈ ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറയാൻ ആരംഭിച്ചു. ജിജ്ഞാസുവായ ഉദ്ധവ, ഇതേ ചോദ്യത്തെ തന്നെ പണ്ട് ഭാരതയുദ്ധത്തിൻ്റെ മധ്യത്തിൽ വെച്ച് ധർമ്മമോഹിതനായ അർജുനൻ എന്നോട് ചോദിക്കുകയുണ്ടായി. അന്ന് ഞാൻ അർജുനന് പറഞ്ഞുകൊടുത്ത തത്വങ്ങളെ തന്നെ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. ഹേ ഉദ്ധവ, ഈ ലോകത്തിൽ എൻ്റെ വിഭൂതിയല്ലാതെ എന്തൊരു വസ്തുവാണുള്ളത്? വെള്ളത്തിലും കരയിലും ആകാശത്തും കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും എൻ്റെ വിഭൂതികൾ മാത്രമാണ്. അല്ലെങ്കിൽ ഹേ ഉദ്ധവ, ഏകനും അദ്വിതീയനുമായ എന്നിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്ന് എന്ത് പദാർത്ഥമാണുണ്ടാകുന്നത്? എന്നിൽ നിന്നുണ്ടായ എല്ലാം തന്നെയും എൻ്റെ വിഭൂതികൾ മാത്രമാണല്ലോ. ഈ ജഗത്ത് മുഴുവൻ എന്നിൽ നിന്നാണ് ഉണ്ടായതെന്ന കാരണത്താൽ ബ്രഹ്മാണ്ടം മുഴുവനും എൻ്റെ വിഭൂതി തന്നെ. എങ്കിലും വസ്തുക്കളെയും ജീവികളെയും വർഗമായി വേർതിരിക്കുമ്പോൾ അതത് വർഗത്തിൽ പ്രധാനപ്പെട്ട വസ്തുക്കളെയും ജീവികളെയും എൻ്റെ പ്രത്യക്ഷ സ്വരൂപമായി കരുതുന്നത് ഉപാസനയ്ക്ക് ഏറ്റവും പറ്റിയ മാർഗമാണ്. അതിനാൽ അങ്ങനെ പറയാറുണ്ട്. ആ നിലയ്ക്ക് പറയുമ്പോൾ നദികളിൽ ഗംഗയും സരസ്സുകളിൽ സമുദ്രവും പർവ്വതങ്ങളിൽ ഹിമാലയവും പശുക്കളിൽ കാമധേനുവും മനുഷ്യരിൽ രാജാവും ദേവന്മാരിൽ വിഷ്ണുവും നാഗങ്ങളിൽ അനന്തനും സർപ്പങ്ങളിൽ വാസുകിയും എൻ്റെ പ്രത്യക്ഷ സ്വരൂപങ്ങളാണ്. ഇതുപോലെ മറ്റ് വർഗങ്ങളിലും പ്രധാന വസ്തുക്കളെ ഞാനായി കണ്ടുകൊള്ളണം. ഇതിൽ ഏതൊരു വസ്തുവിനെയും ഈശ്വര ബുദ്ധിയോടെ ഭക്തി ശ്രദ്ധാവിശ്വാസപൂർവ്വം ഉപാസിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഭക്തൻ വളരെ വേഗത്തിൽ എൻ്റെ അനുഗ്രഹത്തിന് പാത്രമായി തീരുന്നു. എന്നിങ്ങനെ ഭഗവാന്റെ വിഭൂതികളുടെ സ്വരൂപത്തെ കേട്ട് സംതൃപ്തനായ ഉദ്ധവൻ മനുഷ്യരുടെ വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ സ്വഭാവത്തെ വ്യക്തമായി പറഞ്ഞു കേട്ടാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചു. ഭഗവൻ മുഖത്തിൽ നിന്ന് നിർഗളിച്ച അനാദിയും അപൗരുഷേയവുമായ വേദത്തിൽ പ്രസിദ്ധമായ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ സാമാന്യ രൂപത്തെ ഭഗവാൻ 2 അധ്യായങ്ങളെ കൊണ്ട് വിവരിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. നാനാ തരത്തിലുള്ള ദുർവാസനകളെ കൊണ്ട് ദുഷിച്ച മനുഷ്യജീവിതത്തെ അതിർത്തി തെറ്റി അധപ്പതിക്കാൻ സമ്മതിക്കാതെ കടിഞ്ഞാണിട്ട് പിടിച്ച് ധർമ്മമാർഗത്തിൽ കൂടെ ലക്ഷ്യമായ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നു വർണ്ണങ്ങളും ആശ്രമങ്ങളും. ഒരു ജീവൻ്റെ ഒട്ടാകെയുള്ള സംസാരഗതിയെ തന്നെ 4ആക്കി വേർതിരിച്ചതാണ് വർണ്ണങ്ങൾ.
ഒരു ജീവിതത്തെ തന്നെ നാലാക്കി തരംതിരിച്ച് സംസ്കാരത്തിൽ കൂടെ ജീവനെ ലക്ഷ്യത്തിലേക്ക് ഉയർത്തലാണ് ആശ്രമങ്ങളെ കൊണ്ട് സാധിക്കുന്നത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രത്വങ്ങളാകുന്ന 4 വർണ്ണങ്ങളും ബ്രഹ്മചര്യ, ഗാർഹസ്ഥ്യ, വാനപ്രസ്ഥ, സന്യാസങ്ങളാകുന്ന 4 ആശ്രമങ്ങളും ഹിരണ്യഗർഭസ്വരൂപിയായ ശ്രീനാരായണൻ്റെ 4 അവയവങ്ങളിൽ നിന്നുണ്ടായതാണ്. മുഖത്തിൽ നിന്ന് ബ്രാഹ്മണ്യവും, കൈകളിൽ നിന്ന് ക്ഷാത്രവും, ഊരുക്കളിൽ നിന്ന് വൈശ്യവൃത്തിയും, പാദങ്ങളിൽ നിന്ന് ശൂദ്രത്വവും ഉണ്ടായി. അങ്ങനെ തന്നെ ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചര്യവും, ജഗനത്തിൽ നിന്ന് ഗർഹസ്ഥ്യവും, വക്ഷസിൽ നിന്ന് വാനപ്രസ്ഥവും, ശിരസിൽ നിന്ന് പാരവഹംസ്യധർമ്മം അല്ലെങ്കിൽ സന്യാസവും ഉണ്ടായി. അപ്പോൾ 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ഒരച്ഛൻ്റെ തന്നെ പുത്രന്മാരെന്ന പോലെ അന്യോന സംബന്ധത്തോടും ഒരേ ഈശ്വരനാകുന്ന ലക്ഷ്യത്തോടും കൂടി ഇരിക്കുന്നു. വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും വേർതിരിക്കുന്ന മാനദണ്ഡം സംസ്കാരവും ജീവിതാചരണവുമാണ്. തപസ്, സ്വാധ്യായം, ബ്രഹ്മനിഷ്ഠ എന്നിവയും യജനം, യാചനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം എന്നിവയും സാമാന്യേന ബ്രാഹ്മണ ധർമ്മങ്ങളാണ്. പറയപ്പെട്ട ധർമ്മങ്ങളിൽ അഭിരുചിയും നിഷ്ഠയും ദൃഢമായ ഈശ്വരവിശ്വാസവും ബ്രാഹ്മണന് സ്വാഭാവികമായും ഉണ്ടാവും. അങ്ങനെ തന്നെ ക്ഷമ, ധൈര്യം, ഈശ്വരവിശ്വാസം, സത്യനിഷ്ഠ, ധർമ്മപരിപാലനം, സജ്ജനഭക്തി എന്നിവ ക്ഷത്രിയൻ്റെയും ധർമ്മങ്ങളാണ്. ക്ഷത്രിയന് ഇവ സ്വാഭാവികമായി ഉണ്ടാവുകയും വളരുകയും ചെയ്യും. കൃഷി, ഗോരക്ഷ, കച്ചവടം എന്നിവ വൈശ്യൻ്റെ വൃത്തികളാണ്. അവയിൽ വിശ്വാസവും സാമർഥ്യവും വൈശ്യന് സ്വാഭാവികമായും ഉണ്ടാവുകയും ചെയ്യും. പരിചാരക വൃത്തി ശൂദ്രൻ്റെയും ധർമ്മമാണ്. ശൂദ്രന് സ്വാഭാവികമായി അതിൽ വാസന ഉണ്ടാവുകയും ചെയ്യും. പറയപ്പെട്ട വൃത്തികൾ സ്വാഭാവികമായി തന്നെ വന്നു ചേർന്നവർ അതാത് വർണ്ണങ്ങളാണ്. അവർ പ്രസ്തുത വൃത്തികളെ കൊണ്ട് നിസ്വാർത്ഥമായും നിഷ്കാമമായും പരമപുരുഷനായ ഈശ്വരനെ ആരാധിച്ച് അവിടുത്തെ കാരുണ്യത്തിന് പാത്രമായി തീരണം. അങ്ങനെ ചെയ്യുമ്പോൾ ബ്രാഹ്മണൻ്റെ ബ്രാഹ്മണ്യവും ക്ഷത്രിയൻ്റെ ക്ഷാത്രവും വൈശ്യൻ്റെ വൈശ്യവൃത്തിയും ശൂദ്രൻ്റെ ശൂദ്രവൃത്തിയും ഒരുപോലെ തുല്യ ഫലത്തോടു കൂടിയതായി തീരും. അവയ്ക്ക് തമ്മിൽ ഉച്ചനീചത്വങ്ങളോ ഉത്കർഷാപകർഷങ്ങളോ ഇല്ലെന്നും വരും. അപ്പോൾ 4 വർണ്ണസ്ഥന്മാർക്കും ഒരേ പിതാവിൻ്റെ പുത്രന്മാരെന്ന ഏകോദര സാഹോദര്യത്തോടും അന്യോനാശ്രയത്തോടുകൂടി സുഖിക്കാം. എല്ലാവർക്കും സംതൃപ്തിയും സമാധാനവും സ്വയമേവ ലഭിക്കുന്നു. ഇതാണ് വർണ്ണങ്ങളുടെയും വർണ്ണധർമ്മങ്ങളുടെയും സാമാന്യ രൂപം. വർണ്ണങ്ങൾ പോലെ തന്നെ ആശ്രമങ്ങളും പ്രായേണ അന്യോന സംബന്ധങ്ങളാണ്. ഗൃഹസ്ഥൻ മാത്രമാണ് ലോക വ്യാപാരങ്ങളെ ചെയ്ത് സമ്പത്തിനെയും പദാർത്ഥങ്ങളെയും വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ അവയുടെ ഉപയോഗമാകട്ടെ എല്ലാവർക്കും വേണം താനും. അപ്പോൾ ബ്രഹ്മചര്യ, വാനപ്രസ്ഥ, സന്യാസാശ്രമങ്ങളിലുള്ളവരെ ഗൃഹസ്ഥൻ ഭരിക്കണമെന്നാണ് വരുന്നത്. മാത്രമല്ല തിര്യജീവികളെ കൂടി ഗൃഹസ്ഥൻ ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്തണം. ഇതാണ് ഗൃഹസ്ഥൻ്റെ ജീവിതത്തിലെ ധാർമ്മിക നിയമം. ഗൃഹസ്ഥൻ ആർക്കും ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ ജീവിക്കും? അതിനാൽ ലൗകിക ആവശ്യങ്ങൾക്ക് എല്ലാവരും ഗൃഹസ്ഥനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഗൃഹസ്ഥൻ്റെ ആധ്യാത്മിക ആവശ്യങ്ങൾ മറ്റുള്ളവരും നടത്തിക്കൊടുക്കുന്നു. അപ്പോൾ എല്ലാ ആശ്രമസ്ഥന്മാരും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയണം. ഇന്നത്തെ ബ്രഹ്മചാരി നാളത്തെ ഗൃഹസ്ഥനും, ഇന്നത്തെ ഗൃഹസ്ഥൻ നാളത്തെ വാനപ്രസ്ഥനും, ഇന്നത്തെ വാനപ്രസ്ഥൻ നാളത്തെ സന്യാസിയുമാണ്. ആ നിലയ്ക്ക് ആശ്രമങ്ങൾ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതാചരണങ്ങളെ കൊണ്ടും പ്രായേണ ആശ്രമങ്ങൾ അന്യോന്യം സംബന്ധിക്കുന്നതായും കാണാം. മനുഷ്യമാത്രനായ കുട്ടിയെ ഉപനയിച്ച് ബ്രഹ്മചാരിയാക്കുന്നതും ബ്രഹ്മചാരിയെ സമാവർത്തനം കഴിച്ച് ഗൃഹസ്ഥനാക്കുന്നതും ഗൃഹസ്ഥനാണ്. ഗൃഹസ്ഥനെ വാനപ്രസ്ഥനും വാനപ്രസ്ഥനെ സന്യാസിയാക്കുന്നതും സന്യാസിയുമാണ്. ഈ നിലയ്ക്ക് ആശ്രമങ്ങൾ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. ആശ്രമസ്ഥന്മാരുടെ ആചരണ സമ്പ്രദായവും മിക്കവാറും അന്യോന്യ ബന്ധത്തോടു കൂടിയതാണ്. അനഭ്യസ്തനായ പുത്രനെ പിതാവ് അധ്യയനത്തിനു വേണ്ടി ഗുരുസന്നിധിയിലേക്ക് നയിക്കുന്നു. ഗുരു ഗൃഹസ്ഥനോ സന്യാസിയോ ആവാം. എന്നാൽ ഗൃഹസ്ഥനാവലാണ് പതിവ്. അദ്ദേഹം കുട്ടിയെ ഉപനയനം കഴിച്ച് നൈഷ്ഠിക ബ്രഹ്മചാരിയാക്കി തീർത്ത് വേദം പഠിപ്പിക്കുന്നു. അക്കാലം അത്രയും ഗുരു ശുശ്രൂഷ ചെയ്തും ഭിക്ഷ വാങ്ങി ആഹാരം കഴിച്ചും ഗുരുകുലത്തിൽ തന്നെ താമസിക്കണം.
അങ്ങനെ വേദപാഠം കഴിയുന്നതുവരെയും കഴിച്ചുകൂട്ടി ഗുരുകുലത്തിൽ നിന്ന് തന്നെ സമാവർത്തനവും കഴിഞ്ഞ് ഗൃഹത്തിലേക്ക് മടങ്ങി വിധിയാവണ്ണം വിവാഹം കഴിച്ച് ഗൃഹസ്ഥനാവണം. ഗാർഹസ്ഥ്യധർമ്മങ്ങളെ തെറ്റുകൂടാതെ ആചരിച്ച് പുത്രന് പ്രായമെത്തുമ്പോൾ ഗൃഹകുടുംബങ്ങളെ പുത്രങ്കലേൽപ്പിച്ച് വാനപ്രസ്ഥനായി കാട്ടിലോ നദീതീരത്തോ ഗുഹാന്തർഭാഗത്തോ താമസിച്ച് തപോനുഷ്ഠാനം കൊണ്ട് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെ സമ്പാദിച്ച് സന്ദർഭം വരുമ്പോൾ യോഗ്യനായ ആചാര്യങ്കിൽ നിന്ന് സന്യാസവും വരിക്കണം. ജ്ഞാനമാത്രനായി പരമഹംസ്യധർമ്മമായ ബ്രഹ്മനിഷ്ഠയിൽ മുഴുകിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ച് ക്രമേണ ആത്മാവിൽ ഉത്ബുദ്ധനായി ആത്മസ്വരൂപിയായി തന്നെ കഴിയുമ്പോൾ ആശ്രമധർമ്മങ്ങളെല്ലാം അറിയാതെ അകന്നുപോയി വിധി നിഷേധങ്ങളില്ലാതെ അത്യാശ്രമിയായി തീരും. ഇതാണ് ആചരണങ്ങളുടെയും സാമാന്യ രൂപം. ഇങ്ങനെ വഴിക്ക് വഴിയായി ആശ്രമങ്ങളെ പിന്നിട്ട് അത്യാശ്രമിയായി തീരുന്ന ഒരാൾക്ക് പതന ഭയത്തിന് അവകാശമില്ല. ജ്ഞാനൈക സ്വരൂപനായ അത്യാശ്രമിയായി തീർന്നാൽ ലൗകികങ്ങളും വൈദികങ്ങളുമായ എല്ലാ വിധി നിഷേധങ്ങളും അകന്ന് അലൗകികനും ദിവ്യനുമായി. ഈ അവസ്ഥയിൽ സംസാരഭ്രാന്തികളെല്ലാം നീങ്ങി സ്വയം മുക്തനും ആത്മസ്വരൂപിയുമായി. ഈ നിലയിൽ വിഷമം കൂടാതെയും പതനം കൂടാതെയും എത്താനാണ് വർണ്ണാശ്രമധർമ്മങ്ങളെ തെറ്റുകൂടാതെ ആചരിക്കണമെന്ന് അനുശാസിക്കുന്നത്. പുഴയിൽ കൂടി തന്നെ യാത്ര ചെയ്യുന്ന ഒരാൾ അവസാനം സമുദ്രത്തിലെത്തുന്നത് പോലെ വർണ്ണാശ്രമധർമ്മങ്ങളാകുന്ന പുഴയിൽ കൂടെ പോകുന്ന ഒരാൾ അവസാനം പരമജ്ഞാനമാകുന്ന ബ്രഹ്മസമുദ്രത്തിൽ നിഷ്പ്രയാസം എത്തിച്ചേരുന്നു. ഒരു ദിവ്യവും അദ്വിതീയവുമായ പരമജ്ഞാനം തന്നെ ഏറ്റവും ആരാധ്യമായ വസ്തു. അത് സിദ്ധിച്ചവൻ കൃതകൃത്യനായി, കിട്ടാത്തവൻ നിരാശനും. ജ്ഞാനിയും ഈശ്വരനും രണ്ടല്ലെന്നുകൂടി പറയണം. ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് ഈ ജഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു ഈശ്വരനാണ്. അതുപോലെ ഈശ്വരനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ജ്ഞാനി മാത്രമാണ്. ജ്ഞാനപ്രകാശം കൊണ്ട് മാത്രമേ പരമപദത്തെ അറിയാൻ പറ്റൂ. വിദ്യാശ്രുത സമ്പന്നനായ ഒരാളിൽ കാലം കൊണ്ട് ജ്ഞാനം പ്രകാശിക്കുന്നു. അതിനാൽ ജ്ഞാനവിജ്ഞാന സമ്പന്നനായി ആത്മസ്വരൂപത്തെ അറിഞ്ഞ് ഹേ ഉദ്ധവ, എന്നെ വേണ്ട പോലെ ഭജിക്കൂ. ആത്മാവിൽ ആത്മാവ് കൊണ്ട് തന്നെ സർവയജ്ഞപതിയായ എന്നെ ജ്ഞാനവിജ്ഞാനം കൊണ്ട് യജിച്ച് മുനികൾ സിദ്ധിയെ പ്രാപിക്കുന്നു. അങ്ങും അതുപോലെ ചെയ്യും. ആദിമധ്യാവസാനങ്ങളുള്ള ജഗത്ത് ഉണ്ടാവുന്നതിന് മുമ്പും നശിച്ചതിന് ശേഷവും എന്ത് ശേഷിക്കുന്നുവോ അത് മാത്രമാണ് ജഗത്തായിരിക്കുന്ന മധ്യാവസ്ഥയിലും ഉള്ളത്. ആദിയിലും അന്ത്യത്തിലും ഇല്ലാത്ത നാമരൂപാത്മകമായ ജഗൽഭാവം ഈ മധ്യമാവസ്ഥയിലുള്ളതായി തോന്നപ്പെടുന്നു എന്നത് തന്നെ മായാസ്വരൂപം അതിനെ വിട്ട് ആദി മധ്യാവസാന രഹിതമായിരിക്കുന്ന അപരിച്ഛിന്ന സച്ചിദാന പരിപൂർണ ബ്രഹ്മം മാത്രം സത്യമെന്ന് ബോധിച്ച് ആ ബ്രഹ്മജ്ഞാനത്തിൽ ഉത്ബുദ്ധനാവൂ. ഇപ്രകാരമുള്ള ഭഗവത് വാക്യാമൃതത്തെ ഇത്രത്തോളം ആസ്വദിച്ച ഉദ്ധവൻ ചരിതാർത്ഥനായി വീണ്ടും ഭഗവാനോട് ചോദിച്ചു. സർവജ്ഞനും കരുണാമയനുമായ ഭഗവൻ നിഗൂഢമായ ആത്മസ്വരൂപത്തെ വെളിവാക്കി തരുന്ന ജ്ഞാനത്തിൻ്റെ സ്വരൂപം എന്താണ്? അത് എങ്ങനെയാണ് ഒരാൾക്കുണ്ടാവുന്നത്? വിസ്തരിച്ചു പറഞ്ഞു തരാൻ കാരുണ്യമുണ്ടാവണേ. ഭഗവാൻ അരുളി ചെയ്തു. ഹേ ഉദ്ധവ, പണ്ട് ഭാരതയുദ്ധാനന്തരം ഭീഷ്മ പിതാമഹൻ ശരശയനത്തിൽ ഉത്തരായനവും കാത്തുകിടന്ന കാലത്ത് യുധിഷ്ഠിര മഹാരാജാവ് ഒരിക്കൽ ഇതേ ചോദ്യത്തെ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി ഞാനും കേൾക്കാനിടയായി. അതിനെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ജാഗ്രതാദി അവസ്ഥാത്രയത്തിലും ശരീരാദി ഉപാധികളെയും അവയുടെ വൃത്തികളെയും ധർമ്മങ്ങളെയും ആര് നിർവികാരനായി സാക്ഷിരൂപേണ വീക്ഷിക്കുന്നുവോ അത് തന്നെ ആത്മാവ്. ശരീരാദി ഉപാധികളിൽ ഞാനെന്ന ഭാവമാകുന്ന ജീവൻ ഉപാധികളിൽ നിലനിന്ന് വരുന്ന അഭിമാനത്തെ വിട്ട് പ്രസ്തുത ആത്മാവിൽ ലയിച്ച് ആത്മസ്വരൂപമായി തീരുന്നത് തന്നെ ജ്ഞാനം. ജീവത്വം വിട്ട് ആത്മത്വം മാത്രമായി തീരുമ്പോൾ ശരീരാദികളിൽ അഭിമാനിക്കാൻ ആളില്ലാതായി. അഭിമാനമേ ഇല്ലെങ്കിൽ കർത്തൃത്വമോ ഭോക്തൃത്വമോ കർമ്മമോ അനുഭവമോ ഒന്നും ഉണ്ടാവാൻ വയ്യ. അപ്പോൾ സംസാരമെന്ന ഒരു വസ്തു തന്നെ ഇല്ലാതായി.
ഈ അവസ്ഥയിലുള്ള നിലനിൽപ്പ് തന്നെ വിജ്ഞാനം. ശ്രുതി, യുക്തി, പ്രത്യക്ഷം, അനുമാനം എന്നീ 4 രൂപത്തിലുള്ള അറിവുകൊണ്ടും പ്രസ്തുത അവസ്ഥയെ നിരൂപിച്ച് സ്വാധീനമാക്കണം. അതിനെന്തെല്ലാം തടസ്സങ്ങളുണ്ടായോ അവയെല്ലാം അകറ്റണം. അതുതന്നെ അഭ്യാസം. അഭ്യാസം കൊണ്ട് സംസ്കാരത്തിന് പരിപക്വത വരുമ്പോൾ നാനാത്വം നശിക്കും. ഏകത്വത്തിൽ നാനാത്വത്തെയും നാനാത്വത്തിൽ ഏകത്വത്തെയും കണ്ട് ഏകത്വവും നാനാത്വവുമാകുന്ന ദ്വൈതഭാവം ഇല്ലാതാവുന്നതാണ് നാനാത്വത്തിൻ്റെ വിലയനം. ഇങ്ങനെ അഭ്യാസം കൊണ്ടും വിചാരം കൊണ്ടും പാകത വന്ന് നാനാത്വം ലയിച്ച് അഭിമാനം വിട്ട് കർമ്മങ്ങളും ഭോജ്യങ്ങളും അടങ്ങുമ്പോൾ ജ്ഞാനം പ്രകാശിക്കും. സംശുദ്ധവും അദ്വിതീയവുമായ ജ്ഞാനത്തോട് തുല്യമായി ഒന്നും തന്നെ ലോകത്തിലില്ലെന്ന് പറയണം. പരമാദ്വൈതമായ ദിവ്യജ്ഞാനത്തിൻ്റെ ഒരു കലയോളമെങ്കിലും മാഹാത്മ്യമുള്ളതായി ഒന്നും തന്നെ ലോകത്തിലില്ലെന്ന് പറയണം. ജിജ്ഞാസുവും അഭ്യാസിയുമായ ഒരാളിൽ അത് കാലം കൊണ്ട് പ്രകാശിക്കും.